ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ഹ്യൂസ്റ്റണിലെ ജോർജ് ബുഷ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. ഹ്യൂസ്റ്റണിൽ വേറൊരു എയർപോർട്ട് കൂടിയുണ്ട്, ഹോബി എയർപോർട്ട്. അത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സിനുള്ളതാണ്. ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒക്കെ പോകുന്നത് ജോർജ് ബുഷ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ്. ഇത് യുണൈറ്റഡ് എയർലൈൻസിന്റെ ബാഗേജ് ചെക്ക് ഇൻ ഏരിയ ആണ് കേട്ടോ. ഇവിടുന്ന് ആ കമ്പ്യൂട്ടറിൽ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ബാഗ് ചെക്ക് ഇൻ ചെയ്തിട്ട് അവിടെ ചെക്ക് ഇൻ കൗണ്ടറിൽ കൊടുത്താൽ മതി. ഇനി ഇതിൽ നിന്ന് താഴേക്ക് പോയാല്, ഇതുവഴി താഴേക്ക് പോയാല് ബാഗേജ് ക്ലെയിം ഏരിയയും മറ്റുമാണ്. ടെർമിനൽ ഇയിലേക്ക് പോകുന്ന വഴിയാണിത്. അതിന്റെ ഓപ്പോസിറ്റിലാണ് ടെർമിനൽ സിയിലേക്ക് പോകുന്നത്. ആ വഴിയാണ് ഈ കാണുന്നത്. C1 മുതൽ C15 വരെ നേരെ പോയാൽ എത്തും. അത് കഴിഞ്ഞ് പിന്നെ D1 മുതൽ D18 വരെ, പിന്നെ സ്കൈവേ ടു ABE ടെർമിനലിലേക്ക്. എല്ലാറ്റിനും ബോർഡുകളുണ്ട്, അതുകൊണ്ട് വളരെ എളുപ്പമാണ് പോകാൻ. പിന്നെ ഇടക്കിടക്കായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സും മറ്റും ഉണ്ട്. മറ്റു കടകളും അത്യാവശ്യത്തിനുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള എയർപോർട്ടാണ്. ഇത് കണ്ടോ, ഗേറ്റ് C5 ആണ്. ടൊറാൻഡോയിലേക്കുള്ള എൻ്റെ ഫ്ലൈറ്റ് പുറപ്പെടുന്നത് C12 അത് കുറച്ച് മുന്നോട്ടാണ്. ഇത് ഫ്ലൈറ്റ് ഒക്കെ വന്ന് നിൽക്കുന്ന ഏരിയ ആണ്. ഇപ്പോ കുറച്ച് മഴ പെയ്തിരുന്നു, അതുകൊണ്ട് അറ്റ്മോസ്ഫിയർ ഒന്നും അത്ര ക്ലിയർ അല്ല. ടെർമിനൽ സിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന അന്നത്തെ എൻ്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി പോയിരുന്നു. അത് കാരണം രണ്ടാമത്തെ ദിവസം ഞാൻ ടെർമിനൽ എയിൽ നിന്നാണ് പുറപ്പെട്ടത്. ഇതൊക്കെ ടെർമിനൽ സി ആണ്. ഇത് ഒരു സബ്വേ യാത്രയാണ്. ഒരു ടെർമിനലിൽ നിന്ന് മറ്റൊരു ടെർമിനലിലേക്ക് പോകുവാൻ അണ്ടർഗ്രൗണ്ട് ട്രെയിൻ സർവീസ് ആണ് സബ്വേ. ഞങ്ങള് ടെർമിനൽ എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്കും ഇതുപോലെയാണ് യാത്ര ചെയ്തിരുന്നത്. ഇത് കൂടാതെ സ്കൈവേ സർവീസും ഉണ്ട്. അത് അണ്ടർഗ്രൗണ്ട് ട്രെയിൻ സർവീസ് അല്ല, അത് പുറത്തുകൂടി പോകുന്ന സർവീസാണ്. പിന്നെ ഇത് ടെർമിനൽ എ ആണ്. ഇവിടെ സെക്യൂരിറ്റി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ടെർമിനൽ എയിലേക്ക് ഞാൻ വന്നതാണ്. സെക്യൂരിറ്റി കഴിഞ്ഞിട്ട് അതിലൂടെയാണ് ഉള്ളിലേക്ക് കടക്കുന്നത്. ഇവിടെ അത്യാവശ്യ സാധനങ്ങൾ കിട്ടുന്ന കടകളും മറ്റ് ഡെലീഷ്യസ് ഫുഡ്സ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സും ഒക്കെയുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഇതുപോലത്തെ ചെറിയ ചെറിയ ഏരിയകളും
ഒക്കെ ഇവിടെ ഉണ്ട്. എൻ്റെ ഈ വീഡിയോയിലൂടെ ടെർമിനൽസ് സിയും എയും വിശദമായി കാണിച്ചിട്ടുണ്ട്. അതുകൂടാതെ ടെർമിനൽസ് ബി, ഡി, ഇ എന്നിവയിലേക്ക് പോകുന്ന വഴിയും കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ഫ്രണ്ട്സ്, പറ്റുമെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. അത് ആർക്കെങ്കിലും ഉപകാരപ്രദമാവുമെങ്കിൽ അത്രയും നല്ലതല്ലേ. ഇത് ബാഗേജ് ഒക്കെ കളക്ട് ചെയ്തിട്ട് പുറത്തേക്ക് പോകാൻ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഏരിയയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.